അയ്യോ അമ്മേ അറിയല്ലേ, ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ഒരു സാധനമാണേ. പാത്രമായാലും തോർത്തായാലും എല്ലാ സംഭവമായിട്ടെ. ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സംസാരിച്ച് സൗണ്ട് എല്ലാം പോയി കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏറ്റവും ദിവസം രാവിലെ തുടങ്ങുമ്പോഴില്ലേ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴും എല്ലാവരും ഒരു ആവശ്യമുള്ളൊരു സാധനമാണ് തോർത്തെവിടെയാന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ തന്നെ തോർത്തെടുത്തിട്ട് വരത്തില്ല, ആരുടെയെങ്കിലും ഒക്കെ തോർത്തൊക്കെ എടുത്തിട്ട് പോയി കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല കേട്ടോ. ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ട്, നന്നായിട്ട് വെള്ളം വലിയുന്ന നല്ല വലിയ സൈസായിട്ടുള്ള തോർത്താണ്. കുഞ്ഞുങ്ങളുടെ പ്രിന്റ് വേണമെങ്കിൽ അതുകൊണ്ട് കേട്ടോ, വലിയ ആൾക്കാരുടെ പ്രിന്റ് ആണെങ്കിൽ അതുകൊണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സോഫ്റ്റ് തോർത്താണ്. നന്നായിട്ട് വെള്ളം വലിയും. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി, എല്ലാം ഫോട്ടോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ തോർത്ത് എവിടെയാ അമ്മയെ, പിന്നെ അമ്മ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ അമ്മമാരും അങ്ങനെ പറയല്ലോ, ഞാനും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് തോർത്ത് നമ്മൾ എന്തൊക്കെ എടുത്തോണ്ടോ. ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ മറന്നു പോകുമല്ലോ, അന്നാലും തോർത്ത് തരാവോ എന്ന് നമ്മൾ ചോദിക്കും. പ്രത്യേകിച്ച് ബിസി ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകും, പകുതി സാധനമൊക്കെ എടുത്തിട്ട് പോകത്തുള്ളൂ. പിന്നെ അത്ര നല്ല അച്ചടക്കം ഉള്ളവരൊക്കെ ആട്ടോ എല്ലാം എടുത്തിട്ടൊക്കെ പോകത്തുള്ളേ. അപ്പം അതൊന്നും ഒരു കുറ്റമല്ല കേട്ടോ, ഞാനത് പറയത്തില്ല. നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. ചില ദിവസങ്ങളിൽ ഇച്ചിരി ഡിസിപ്ലിൻ അല്ലെങ്കിലും കുഴപ്പമില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ മാനസിക അവസ്ഥ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ക്രോസ് സ്റ്റിച്ചിൻ്റെ നല്ല സിംഗിൾ ബെഡ്ഷീറ്റ് ആട്ടോ. അതും ഒരു നല്ല ബ്ലൂ കളറിലാണ്. ഈ ബ്ലൂ കളർ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ്. ഇതിനകത്ത് നല്ല ലേസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന കുറച്ച് ആമ്പിള്ളേരുണ്ട്, അവർക്ക് എപ്പോഴും ഗ്രേ, ക്രീം, ബ്ലൂ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇത് 100% ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ 100% ബ്ലൂ അല്ല, 100% ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ 100% ഗ്രീൻ അല്ല. പക്ഷെ വീഡിയോയിൽ കാണിക്കുന്ന കളർ തന്നെയാണ് കേട്ടോ. ഈ കളേഴ്സ് ഒക്കെ പറയുമ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഭയങ്കര സയന്റിഫിക് ആയിട്ട് ചിലതെല്ലാം ഇപ്പൊ പെയിന്റിന്റെ കളർ പോലെയൊക്കെ ബെഡ്ഷീറ്റിന്റെ കളർ ചോദിച്ചാൽ അറിയാൻ പറ്റൂ. ഇല്ല. അപ്പൊ ഇല്ലാന്ന് എനിക്കറിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല ക്രോസ് സ്റ്റിച്ച് ചെയ്ത നല്ല സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവേഴ്സ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. നല്ല തിക്കായിട്ടുള്ള കോട്ടണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രസമാട്ടോ. ഇനിയുള്ളത് നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന് റേറ്റ് വന്നിട്ട് 895 ആട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 895 ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 895 പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. നല്ല രസമുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇനിയുള്ളത് അടുത്തൊരു പ്രിന്റ് ആണ് കേട്ടോ. എല്ലാം ഡിഫറെന്റ് പ്രിന്റ് ആണ്. ഇതിനു മുമ്പ് ഇതിന്റെയൊക്കെ കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ വ്യത്യാസമുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഡാർക്ക് ഇഷ്ടമുണ്ടാവണം, പക്ഷെ അതിനകത്തൊരു തെളിച്ചം വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള ഷീറ്റാണ് ഈ ഒരു ഷീറ്റുകൾ. ഇതെല്ലാം ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 895 ആണ് കേട്ടോ. ഇനിയുള്ളത് അടുത്ത ഡിസൈൻ കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രയാങ്കിളും ഒക്കെ പഠിക്കണമെങ്കിൽ ഇതുപോലെ വരച്ച് പഠിക്കുമായിരുന്നു. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് വള്ളിയൊന്നും ഇടത്തില്ല. ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വരച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം ഇന്ന് ആലോചിക്കണം കേട്ടോ, എങ്ങനെയാണ് ട്രയാങ്കിൾ വരച്ച് പഠിച്ചത് എന്ന് ആലോചിക്കണം. അതിനൊരു ടെക്നിക്കുണ്ട് കേട്ടോ. ഞാൻ പഠിച്ചൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കാണോ നിങ്ങൾ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ നല്ല ട്രയാങ്കിൾ വരയ്ക്കണം, നല്ല രസമായിട്ട്. നമ്മളിപ്പം എന്താ പറയുക, ഇന്ന് വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ ഒക്കെ പ്രായമൊക്കെ ആൾക്കാർ നമ്മളൊക്കെ ചുമ്മാ ഒരു ഇപ്പം ഞാൻ നോക്കി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കും കേട്ടോ. ഇതുപോലെ കുറച്ച് വട്ട് പരിപാടികളൊക്കെ നമുക്ക് ലൈഫിലുള്ളതൊക്കെ നല്ലതാണ്. 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. ഇനി മാഗ്നിസ്കേപ്സിന് അടുത്ത ബെഡ്ഷീറ്റ് നമ്മുടെ എപ്പോഴും ഈ കോമ്പിനേഷൻ വരുമ്പോൾ ആൾക്കാർ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ വില വന്നിട്ടും 895 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇതിന്റെ എല്ലാം സൈസ് കിങ് സൈസും ക്യൂൺ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കിങ് സൈസിന് ഇതല്ല വില കേട്ടോ, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. കുറച്ച് വില കൂടുതലാണ്. ഡയറക്റ്റ് വാട്സപ്പിൽ കൂടെ ചോദിക്കണേ, എന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് കാണിച്ചെല്ലാം ക്യൂൺ സൈസ് 895 ഉള്ളൂ. കിങ് സൈസിന് വില ഈ പ്രിന്റുകളുടെ വില മാറുമ്പോൾ നമ്മൾ കുറപ്പൊക്കെ മറന്നു പോകും കേട്ടോ. ഇനി അടുത്ത ഷീറ്റ് ഈ ഒരു ഷീറ്റാണ്. ഇത് കോൺട്രാസ്റ്റ് ആട്ടോ. ഇതും കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത്
2 പില്ലോ കവേഴ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഇതുണ്ടോ നല്ല രസമില്ല ഇത് കാണാൻ. നല്ലൊരു എന്താ പറഞ്ഞ റെയിൻബോ ആണ്. ഇത് എന്തോ ഒക്കെ പോലെ ഒരു വേവ്സോ ഏതാണ്ടൊക്കെ പോലെ നമുക്ക് തോന്നും. പക്ഷെ വിരിച്ചിട്ടാൽ നല്ല ഭംഗിയായിട്ടുള്ള ഈ കാണിച്ച ബെഡ്ഷീറ്റ് തന്നെ ഗ്ലേസ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ എന്താ പറയുന്നത്, ലൈറ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, നല്ല സുഖമായിരിക്കും അലക്കാൻ. ചക്കിനെടുത്ത് വിരിച്ചാൽ മാത്രം മതി. വാഷിംഗ് മെഷീൻ കഴുകാം, അല്ലാതെയും കഴുകാം. മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്തെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അതായത് നമ്മുടെ മെട്രോ പില്ലർ നമ്പർ, ഈ മെട്രോ പില്ലറൊക്കെ വന്നുകൊണ്ട് എന്ത് സുഖമാണെന്നറിയാവോ, നമുക്ക് വഴി പറയാതെ. മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ ആണ് മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത്. സെക്കൻഡ് ഗേറ്റ് ആണ്. ഫ്രണ്ടില് ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളൂ. അകലെ നിങ്ങൾ മാഗ്നിസ്കേപ്സിന്റെ ബോർഡ് കാണുമ്പോൾ, ഇപ്പൊ ഇച്ചിരി വലിയ ബോർഡ് വെച്ചിട്ടുണ്ടേ, ആ ബോർഡ് കാണുമ്പോൾ, പണ്ട് നമ്മുടെ കുഞ്ഞു ബോർഡല്ലായിരുന്നു, അപ്പൊ ആരും അങ്ങനെ ഇതൊരു മീൻസ് കാണാൻ പറ്റത്തില്ല എന്ന് ഒത്തിരി പരാതികളായിരുന്നു കേട്ടോ, സത്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ്, കട്ടൻ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു പേ ആൻഡ് പാർക്ക് നിങ്ങൾ കാണും. അവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ട് അവിടെ 10-40 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വന്ന് കഴിയുന്ന കാര്യങ്ങളൊക്കെ പേ ആൻഡ് പാർക്കിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ ഇരിക്കുക. എന്ത് ചെയ്യണം? ഇന്നത്തെ കാര്യമാണെങ്കിൽ നന്നായിട്ട് കുളിക്കണം. താങ്ക് യു.